സോ പൊങ്കാല പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. എന്താ അമ്മ ചെയ്യണേ? ഇത് ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ച് വെക്കുന്നത്. ഓക്കെ, ഇത് എന്തിനാ? ഏത് തെരളിയാണോ അതോ മണ്ടപ്പുറ്റാണോ? എല്ലാത്തിനും ഇതിടണം. തെരളിക്കും മണ്ടപ്പുറ്റിനും പൊങ്കാലയ്ക്കും ഒക്കെ ഏലക്കയും പൊടിച്ച് വെച്ചത്. ഓക്കെ ഓക്കെ ഓക്കെ. ഇതെന്തിനാ ഇത് ഈ സാധനം? ഇത് മണ്ടപ്പുറ്റിന് മാത്രമാണ് ഇത് പൊടിച്ച്. ഇത് വറുത്ത് മിക്സിയിൽ വെച്ച് നന്നായിട്ട് പൊടിച്ച് നല്ലോണം പാറ്റി നമ്മൾ കൊണ്ടുപോകും. ഓക്കെ ഓക്കെ ഓക്കെ, സെറ്റ്. എല്ലാം പാക്ക് ചെയ്തോ? ബാക്കിയെല്ലാം ഇല്ല തുടങ്ങിയിട്ടേ ഉള്ളൂ. നാളെ കൊണ്ടുപോകാനായിട്ട് കുറച്ച് ന്യൂസ് പേപ്പേഴ്സ് എടുക്കാൻ പറഞ്ഞു വിട്ടു. ഇതാ ഓക്കെ ഗൈസ്, നമുക്കിനി ശർക്കര പൊട്ടിക്കാം. നല്ല ഫൈൻ പൗഡർ ആവണം. ശർക്കര പൊടിക്കുന്ന മെത്തേഡ് നോക്കാം ഗൈസ്. ഓരോ കട്ടയായിട്ട് നമുക്ക് പൊട്ടിക്കാം. ഓക്കെ, തന്നെ ഈ ക്ലോത്തിൽ വെള്ളം പിടിക്കത്തില്ല. നോക്ക്. അല്ല പിന്നെ വേറെ ടവലുണ്ടോ? ആ ടവലെടുത്ത് അതിൽ പറ്റൂ. തോർത്ത് മേടിച്ചില്ല. ഇത് ശർക്കര പൊടിച്ചിടാനാണോ ഇതിൽ? ആ, അപ്പോൾ ഫസ്റ്റ് ശർക്കരയുടെ ഉണ്ട ഫൈൻ പൗഡർ ആയി എന്നാണ് എൻ്റെ വിശ്വാസം. ആയോ? സംഭവം മധുരം കുറച്ച് വേണോ കൂടുതൽ വേണോ എങ്ങനെയാണ്? എനിക്ക് പായസമേ വേണ്ട. മണ്ടപ്പുറ്റാണോ? ആ, അതിനൊക്കെയാണ് നോർമലായിട്ടുള്ള രീതിയിലും മതി. പക്ഷെ എനിക്ക് അതിൻ്റെ കണക്ക് ഒരുപാട് മധുരം വേണ്ട, അത്രേ ഉള്ളൂ. ഫൈൻ പൗഡർ ആയോ നോക്ക്. ഇത് പൗഡർ അല്ല, ആക്ച്വലി വേറെന്തോ കൺസിസ്റ്റൻസി ആയി. ഇല്ല, കറക്റ്റ് നല്ല ഇപ്പം വരവാനുള്ള ഇതിലായിട്ടുണ്ട്. ഓക്കെ, മതി. എൻ്റെ സഹായം ഇത്രയേ ഉള്ളൂ ഗൈസ്. ബിക്കോസ് ഞാൻ പൊങ്കാല ഇടുന്നില്ല. പൊങ്കാലയുടെ എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു, ബട്ട് എന്തോ ദേവിക്ക് എൻ്റെ പൊങ്കാല വേണ്ടെന്ന് തോന്നുന്നു. ഫുള്ള് തടസ്സമാന്നേ. അല്ലെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് ഒരു പൊങ്കാലയല്ലേ ഇടൂ? അതെ, ഒരു പൊങ്കാല മതി. അല്ലാതെ വ്രതം നിൽക്കാൻ വയ്യാത്തോണ്ടല്ല. ഞാൻ അറിയാണ്ട് മുട്ട കഴിച്ചു പോയി ഗൈസ്. അതാണ് സത്യസന്ധമായ കാര്യം. ഞാൻ ഇന്ന് തല കുളിച്ചപ്പോൾ ഒരു ഫേസ് പാക്ക് ഇട്ടായിരുന്നു. സോറി, ഫേസ് പാക്ക് നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഫേസ് പാക്ക് അല്ല ഗൈസ്, സ്ഥിരൻ്റെ പരിപാടിയാണ്, തെറ്റിപ്പോവും. ഫേസ് പാക്ക് അല്ല, ഒരു ഹെയർ പാക്ക് ഞാനൊരു മന്ത്ലി ഒരു ട്വൈസ് ഇടും. വേറൊന്നുമല്ല, കറ്റാർ വാഴയുടെ ജെല്ലും, ഇവിടെ മേളിൽ കറ്റാർ വാഴയുണ്ട്, നല്ല കറ്റാർ വാഴയും അതിൻ്റെ കൂടെ ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ലും, ഒരു 1/2 കപ്പ് വാട്ടറിൽ ഒരു സ്പൂണ് 1-2 സ്പൂണ് ഫ്ലാക്സ് സീഡ് ഇട്ട് തിളപ്പിച്ച് അതിൻ്റെ ജെല്ല് എടുക്കാൻ കുറച്ച് പാടാണ്. അതും അലോവേര ജെല്ലും കൂടെ മിക്സ് ചെയ്ത് പാക്ക് ഇടും ഞാൻ ഹെയറിൽ. ഒരു 1.5 മണിക്കൂർ ഞാൻ വെച്ചിരിക്കും. എന്നിട്ട് ഞാൻ കഴുകിക്കളയും. ഇതാണ് ഞാൻ മാസത്തിൽ 2 തവണ ചെയ്യുന്നൊരു റൊട്ടീൻ. പക്ഷെ എനിക്ക് നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ട് കേട്ടോ, നല്ല രീതിക്കുണ്ട് എനിക്ക് പക്ഷെ അതൊന്നുമില്ലെങ്കിൽ മുടി മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല പാടായിരിക്കും. നമ്മളെന്തിനാ വെറുതെ കുറേ കാശ് കൊണ്ട് കൊടുക്കുന്നല്ല മുടിക്ക്. സ്പാ ചെയ്യാം അടുത്ത ആഴ്ച. എവിടെ ഓക്കെ, അപ്പോൾ ഇനി പൊടിച്ച ഏലയ്ക്ക
പഞ്ചസാരയും കൂടി കറക്റ്റായിട്ട് നമുക്ക് ഇവിടെ നിന്ന് റെഡിയാക്കി കൊണ്ട് പോയാൽ ഇവിടെ നിന്ന് റെഡിയാക്കി കൊണ്ടുപോകും. ആ അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ അല്ലെങ്കിൽ അവിടെ ചെന്ന് കൺഫ്യൂഷൻ ആവും, ഇതിലെത്ര ഇടണം അതിലെത്ര ഇടണം. ഇതാകുമ്പോൾ ഇപ്പോൾ എനിക്ക് അളവറിയാൻ പറ്റുന്നുണ്ട്. ഇതിപ്പം രണ്ടും തെരളിയപ്പം പിന്നെ ഇത് മണ്ടപ്പുറ്റിന്, ആ ഇത് തെരളി, രണ്ടും ഈക്വലായിട്ട് എടുത്തിട്ടുണ്ട്. ആ എന്നിട്ട് ഒന്നിൽ എക്സ്ട്രാ ആഡ് ചെയ്യുന്നത് പയർ. ആ അത്ര തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. ബാക്കിയെല്ലാം ഒരേപോലെ. ഇതിപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ കറക്റ്റായിട്ട് ഇട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് കൺഫ്യൂഷൻ ആവില്ല. ഓക്കെ, റെഡിയായി. തെരളിയപ്പം മിക്സ് റെഡി. ഓക്കെ, തെരളിക്കുള്ളതും റെഡിയായി. ഇനി മണ്ടപ്പുറ്റി മണ്ടപ്പുറ്റിൻ്റെ പയർ കൂടെ വറുത്ത് ഇതിലൂടെ ഇടുമ്പോൾ മണ്ടപ്പുറ്റിയത് ഓക്കെ. സെറ്റ്. പായസം വൈറ്റ് ഇടാം. വൈറ്റ്. അപ്പോൾ ഒരു പക്ഷേ നമുക്ക് ഇതിനൊക്കെ തികഞ്ഞില്ല എങ്കിൽ ഇതിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് എക്സ്ട്രാ നമ്മൾ ഒരു കട്ട പൊട്ടിച്ചോട്ട് പോകണം. വൈകി. ഓക്കെ, നമുക്ക് പയർ പൊട്ടിക്കാം. അപ്പോൾ ഇത് മുറത്തിലേക്ക് ഇടാം. ഇതെന്തിന്റെ പൊടിയാ? ഇതാണ് പയർ പൊടി. അല്ല, ഇത് എന്തിനാ? മണ്ടപ്പുറ്റിനാണോ? അതെ, ആക്ച്വലി ഇത് പാറ്റേണ്ട ആവശ്യമില്ല, നല്ലോണം പൊടിയാണ്. അത് നമ്മൾ ഉലുവ നന്നായിട്ട് അരച്ച് പുതിയ മുറത്തിനെ പഴക്കുന്നത് അങ്ങനെയാണ്, മനസ്സിലായോ? ഉലുവ നന്നായിട്ട് അരച്ച് ഇതിൽ തേച്ച് നല്ല വെയിലത്ത് വെച്ച് ഉണക്കണം. അപ്പോൾ ഇതിൽ കുഞ്ഞു കുഞ്ഞു ഹോൾസുകളെല്ലാം അടഞ്ഞ് നടക്കണ്ട, ഇതുപോലത്തെ പൊടിയൊന്നും താഴെ പോവില്ല. അതിനാണ് നമ്മളത് ചെയ്യുന്നത്. പണ്ടുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. സംഭവം ഇതിൻ്റെ പൊടിയെല്ലാം പോവും കേട്ടോ, വേണ്ട. ആ ബാക്കിൽ കിടക്കുന്ന ആ തുണി എടുത്ത് നാളെ കൊണ്ടുപോകാനല്ലേ? ആ, വേറെ ഒരു മഞ്ഞ ഉണ്ടായിരുന്നു. ഇല്ലേ മഞ്ഞ അതിലും വെള്ളം പോവില്ല. ഇത് നാളെ കുഴയ്ക്കാനാണോ? ആ, കഴിഞ്ഞ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഞാൻ മേടിച്ചു തന്നെയാണോ? യെസ്, ഞാൻ മേടിച്ചു നീ കൊടുത്ത. മേടിച്ചു തന്നല്ലേ, നീ സെലക്ട്. ആ, ഞാൻ മേടിച്ചു കൊടുത്തല്ല, ഞാൻ സെലക്ട് ചെയ്ത സാധനമാണ്. കുഴയ്ക്കാൻ മണ്ടപ്പുറ്റിനും തെരളിയപ്പം എന്നല്ലേ പറയുന്നത്? ആ, തെരളി തെരളി നോർമൽ തെരളി എല്ലാത്തിനോട് കുഴയ്ക്കാൻ. ഓക്കെ. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനുള്ള ഇതും കൂടെ അങ്ങ് റെഡിയാക്കി. അപ്പോൾ പ്ലാസ്റ്റിക്കിൽ കിട്ടണ്ട, അവിടെ കൊണ്ടുവന്ന് പ്ലാസ്റ്റിക് അവിടെ മൊത്തം ആക്കി. ഈ പോകുന്ന പാത്രമൊക്കെ തിരിച്ചു വന്നാൽ മതി. എനിക്ക് പാത്രത്തിനോട് ഭയങ്കര ക്രൈസാണ് കേട്ടോ. ഏത് പാത്രക്കടയിൽ പോയാലും അമ്മയെക്കാളും ആക്രമണം എനിക്കുണ്ട് പാത്രത്തിനോട്. ഓക്കെ, മണ്ടപ്പറ്റിനുള്ളത് സെറ്റ്. ഓക്കെ, എടുത്ത് അത് തുടച്ചിട്ട് അടച്ചു വയ്ക്കും, ഓർമ്മിച്ചോണം. ഇത് തെരളിക്കുള്ളത്, ഇത് മണ്ടപ്പറ്റിനുള്ളത്. ഇതെല്ലാം കഴിഞ്ഞായിരിക്കും നീ അവിടെ എത്തുന്നത്. ഞാനൊരു 6 മണിയാകുമ്പോൾ 6:30 ആകുമ്പോൾ ഞാൻ എത്തും. ബെസ്റ്റ് തുടക്കം. അതിൻ്റെ അകത്ത് വെള്ളം ഇല്ല. അമ്മേ, ഇതെവിടെ ടി വിയുടെ വോളിയം? ഈ 2 പാത്രത്തിലും സെറ്റ് ചെയ്തുകൊണ്ട് പോയാൽ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഇതിൽ കുഞ്ഞ് പാത്രമായതുകൊണ്ട് ഇതിൽ കുറച്ചേ നിൽക്കത്തുള്ളൂ. ആ, നോക്കാം. ഇത് നീ സെലക്ട് ചെയ്ത പാത്രം ആയതുകൊണ്ടായിരിക്കാം അടപ്പ് ശരിയാവാത്തത്. സ്വാഭാവികം, അങ്ങനെ കേൾക്കും ഞാൻ. പക്ഷെ ടൈറ്റ് ആണ്, മനസ്സിലായോ? ഓക്കെ, നല്ല ടൈറ്റ്. എന്നാൽ നമുക്കൊരു അബദ്ധം പറ്റി. ഈ സെയിം അളവിൽ തന്നെ ഇതും എടുത്താൽ മതിയായിരുന്നു. കുഴപ്പമില്ല, നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓരോന്നിനും ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഒന്ന് പറഞ്ഞു തരാമോ? ഏതൊക്കെയാണെന്നൊക്കെ. ഇതിൽ
പായസത്തിനുള്ളത് സെറ്റ് ഓക്കെ. ചെയ്തിട്ടുണ്ട്. അടുത്ത ഇത് തെരളിക്കുള്ളത്. ആ ഈ അടിയിലത്തെ പാത്രത്തിൽ ആ മണ്ടപ്പത്തിനുള്ളത്. ഓക്കെ. ഇനി നാളെ രാവിലെ പോകുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നമ്മൾ തേങ്ങ തിരുവുന്നതായിരിക്കും. എത്ര തേങ്ങ ഇത്? ഇതിപ്പം 2, 4, 6, 7 തേങ്ങ. ഇത്രയും തേങ്ങയുടെ ആവശ്യമുണ്ടോ? 7 തേങ്ങയുടെ ആവശ്യമില്ല. ആ. അതിപ്പോൾ തിരുകുന്നതിനനുസരിച്ച് ഇതിലെങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് നിർത്തും. ഓക്കെ. ഓക്കെ. മാവ് ഉളയിലെടുത്ത് വെക്കാം. കഴിഞ്ഞു. അപ്പോൾ പൊങ്കാല ഇടാൻ ചട്ടി അവിടെ ചെന്ന് വാങ്ങിച്ച് ചട്ടിയിൽ പൊങ്കാല ഇടും. അപ്പൊ ആയിരിക്കുന്ന എന്തുവാ? ആ സ്വർണ്ണ പാത്രം നമ്മൾ റിജക്റ്റ് ചെയ്തു. ഓക്കെ. പ്ലേറ്റ് പിടിക്കുന്ന ജോലിയുണ്ട്. നാളെ രാവിലെ ഞാനൊരു അമ്മ ഒരു 3 മണിയാകുമ്പോൾ പോവും. ഞാൻ ആ സമയത്ത് എഴുതിക്കുവാണെങ്കിൽ ഞാൻ ബാക്കി ക്ലിപ്സ് ആഡ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ക്ലിപ്സ് ആയിരിക്കും ഞാൻ ആഡ് ചെയ്യുന്നത്. സോ ഇന്നാണ് കാത്തിരുന്ന ആ ദിവസം, ആറ്റുകാൽ പൊങ്കാല. ആൻഡ് അമ്മ നേരത്തെ പോയി. ഞാൻ ഇനിയാണ് പോകുന്നത്. എണീറ്റപ്പോൾ കുറച്ച് ലേറ്റായി. കുഴപ്പമില്ല, ഞാൻ എങ്ങനെയെങ്കിലും അങ്ങ് എത്തും. ബാക്കി ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ വീട്ടിലൂടെ എനിക്കിനി ഡ്രസ്സൊക്കെ ചെയ്യാനുണ്ട്. ഞാൻ രാവിലെ ഒരു 5:30 ആയപ്പോഴേ കുളിച്ച് ഒരുങ്ങി നിൽക്കുവാണ്. ഇനി ഡ്രസ്സിട്ട് ഇറങ്ങിയാൽ മാത്രം മതി. അപ്പോൾ അവിടെ കാണാം കേട്ടോ. ഓഡിബിൾ ആണോ എന്ന് എനിക്കറിയത്തില്ല, ബട്ട് ഭയങ്കര തിരക്ക് കേട്ടോ, ഒടുക്കത്തെ തിരക്ക്. ഞാൻ വന്നപ്പോഴേക്കും അമ്മ ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു. സംഭവം അമ്മ പിടിച്ചിട്ട കല്ല് വേറെ ഏതോ ഒരു ടീം കൊണ്ടുപോയി. പിന്നെ കിട്ടിയ സ്ഥലം, ഇതെങ്ങനെയാ സ്ഥലം കിട്ടിയേ? പിന്നെ വന്ന നേരം തൊട്ട് മൂഡ് ഔട്ടാണ്. ഇത് നമ്മള് സെറ്റല്ലേ പൊങ്കാല? എല്ലാം ഓക്കെ അല്ലേ? സ്ഥലമൊക്കെ കിട്ടിയല്ലോ, സങ്കടമൊന്നുമില്ലല്ലോ? ഓക്കെടാ, ശരി. ഡാലിയുടെ ഫസ്റ്റ് പൊങ്കാലയാണോ? പിന്നെ കഴിഞ്ഞ വർഷം നമ്മൾ ഒരുമിച്ചാ പൊങ്കാല ഇട്ട. അത് ആക്ച്വലി സെയിം സ്ഥലത്താണല്ലേ? സെയിം വരിയാണ്, ബട്ട് സ്ഥലം കുറച്ച് ഡിഫറെന്റ് ആണ്. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മള് കലം കത്തിക്കും. സോറി, കലമല്ല, എന്തോ കത്തിക്കുന്നത്? കലമല്ല കേസ്, നമ്മള് സാധനമല്ല, എന്താ കത്തിക്കുന്നത്? ദ വൺ ആൻഡ് ഓൺലി കിങ്ങണി. വള എങ്ങനെയുണ്ട്? ഈ ഡ്രസ്സ് ആക്ച്വലി ഇവളുടെ എൻഗേജ്മെന്റിന് എടുത്ത ഡ്രസ്സാണ്. എൻഗേജ്മെന്റ് അല്ലേ, 1 വർഷം മുന്നേ മേടിച്ച് വെച്ചാണ്. കസിൻസ് എല്ലാവരും കൂടെ ഒരുമിച്ച് തുന്നി തച്ച്. നമ്മുടെ എല്ലാവരുടെ എന്റർടൈൻമെന്റ് ഇവളെ എയറിലാക്കുക എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതായത് ഇവള് എയറിലാണ്, നമ്മൾ എയറിലാക്കിയിരിക്കും. അതങ്ങനെയാണ്. എപ്പോഴത്തെയും പോലെ ക്യൂ നിൽക്കേണ്ടി വന്നില്ല. പെട്ടെന്ന് പോയി പെട്ടെന്ന് കിട്ടി. കഴിഞ്ഞ വർഷമൊക്കെ എവിടെ നോക്കിയാലും ഫുഡ് കൊടുക്കുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ നൂഡിൽസ് കൊടുക്കുമായിരുന്നു, ദോശ സാമ്പാറും കൊടുക്കുമായിരുന്നു, എല്ലാം കൊടുക്കുമായിരുന്നു. ബട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ, ഇതെവിടെ ഉണ്ടെങ്കിലും ഞാൻ ക്യൂ നിൽക്കും. കഴിഞ്ഞ വർഷം ഞാനൊരു മിനിമം ഒരു 4 ക്യൂ എങ്കിലും നിന്ന് ഞാൻ കാപ്പി കുടിച്ചെന്ന് തോന്നുന്നു. പിന്നെ ഊണ് എല്ലാം. അയ്യോ, കണ്ണ് കാണാൻ പറ്റുന്നില്ല ഗൈസ്. അമ്മേ, ഒന്നും പറയാനില്ല.
പൊങ്കാലയൊക്കെ കഴിഞ്ഞ് ഇനി നിവേദിക്കാൻ അരമണിക്കൂറുണ്ടോ? ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് നിവേദിക്കും. നിവേദിക്കും എന്നല്ലേ? ആ, നിവേദിക്കും. അത് കഴിഞ്ഞ് വീട്ടിലോട്ടൊരു ഓട്ടം ഉണ്ട്. അയ്യോ, നമ്മളിവിടെ ഞാൻ കഴക്കൂട്ട ഏരിയയാണ് കേട്ടോ വരുന്നത്. ഭയങ്കര ബ്ലോക്കാ, അനങ്ങത്തില്ല വണ്ടി. അതിൻ്റെ ഇടയിൽ കൂടെ ഇതും കൂടെ ആവുമ്പോൾ ഇതാവുണ്ട്. ഉള്ള വെയിലെല്ലാം കൊണ്ട് തേരാപ്പാര ഇറങ്ങി ഓടി കുറേ ജ്യൂസും കുടിച്ച് കുറേ വെയിലുണ്ട് കേട്ടോ, കുറേ വെയിലുണ്ട്. എനിക്ക് പെട്ടെന്ന് വെയിലടിക്കുമ്പോൾ എനിക്ക് നല്ല തലവേദന വരും എനിക്ക്. പക്ഷേ കുഴപ്പമില്ല, മാനേജബിൾ ആയിരുന്നു ഇന്ന്. പിന്നെന്തുവാ, അങ്ങ് ഫുള്ള് ടാനായി അല്ലേ, ഫുള്ള് ബോഡി ടാനായി. പിന്നെ കൈൻ്റെ ഇവിടേക്ക് എന്തൊക്കെയോ ഒരു അലർജി പോലെയൊക്കെ വന്നു, എന്തോ ചുവന്ന കുരുപ്പ് പോലെയൊക്കെ പൊന്തി നിൽപ്പുണ്ടായിരുന്നു. ഫുള്ള് ടാനായി, ആഴക്കൂടെ വാടി വേറെ കളറൊക്കെ ആയി. ഇനി വീട്ടിൽ പോയിട്ട് വേണം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. പിന്നെ ആറ്റുകാലമ്മയ്ക്ക് വേണ്ടിയാണല്ലോ എന്നോർത്ത് പിന്നെ കുഴപ്പമില്ല, ടാനായാലും പ്രശ്നമല്ലായിരുന്നു. എല്ലാവരും നേദിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പാ പൊങ്കാല എങ്ങനെ ഉണ്ടായിരുന്നു? പൊങ്കാല സൂപ്പറായിരുന്നു. അത്രേ ഉള്ളൂ? നല്ല ഇതായിരുന്നു. പൊങ്കാല ഉണ്ടാക്കി, തെരളി ഉണ്ടാക്കി, മണ്ടപ്പുറ്റുണ്ടാക്കി, എല്ലാം സൂപ്പറായിരുന്നു. മാളു, പൊങ്കാല അടിപൊളിയല്ലായിരുന്നു? എല്ലാരും ഇതാണ് കേട്ടോ, ഇത് വിട്ടൊരു കളിയില്ല. ഇപ്പോഴാണ് കേട്ടോ എത്തിയ. ഒരു 2-2.5 മണിക്കൂറോളം ബ്ലോക്കിൽ നിന്ന് പാടുപെട്ടിട്ടാണ് ഇവിടെ വന്നത്. ഭയങ്കര തിരക്കായിരുന്നു, ഭയങ്കര തിരക്കും ഭയങ്കര ചൂടും, ഒരു രക്ഷയില്ലായിരുന്നു. ബട്ട് അടിപൊളിയായിരുന്നു. പൊങ്കാല വാസ് അടിപൊളി. സോ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദ വ്ളോഗ്. സോ അടുത്ത വ്ളോഗുമായിട്ട് ഞാൻ വീണ്ടും വരാം. സോ അതുവരെ